നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ദില്ലിയിൽ നടക്കുന്ന ആ ജനകീയ സമരം തന്നെയാണ്. ആരാണ് അവിടെ സമരം നടത്തുന്നത്? നമ്മുടെ കുട്ടികൾ തന്നെയാണ്, നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ തന്നെയാണ് അവിടെ സമരം നടത്തുന്നത്, അല്ലാതെ മറ്റാരുമല്ല. നമുക്കറിയാം, ആ ഒരു സമരത്തിന് പിന്തുണയുമായി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുത്തിരുന്നു. എല്ലാ മുൻ മുഖ്യധാര സിനിമാ താരങ്ങളും അതിനെ അനുകൂലിച്ച് സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ എത്തിയ നമ്മുടെ രാഹുൽ ഗാന്ധിയെ, പ്രിയങ്ക ഗാന്ധിയെ അടക്കമുള്ളവരെ പുരുഷ പോലീസുകാർ മർദ്ദിക്കുന്നതും രാഹുൽ ഗാന്ധിയെ വലിച്ചിഴയ്ക്കുന്നതുമൊക്കെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ മോദിജിയോടാണ്. ബഹുമാനപ്പെട്ട മോദിജി, ഇന്നലെ കഴിഞ്ഞ ദിവസം ദില്ലിയിൽ മോദിജിയുടെ നിർദ്ദേശപ്രകാരമുള്ള ദില്ലി പോലീസിന്റെ പ്രകടനങ്ങൾ കണ്ടു. ലോകം മുഴുവനും കണ്ടു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണോ ഈ അനീതികൾ നടക്കുന്നത് എന്ന് ലോകം നടുങ്ങി എന്ന് തന്നെ പറയാം. സ്ത്രീകളുടെ സ്ഥലങ്ങളിൽ ലാത്തി വെച്ച് കുത്തുന്ന പോലീസിനെ കണ്ടു. കുത്തിയ ശേഷം പോലീസുകാർ അശ്ലീല ചിരിയിരിക്കുന്നതും കണ്ടു. സ്ത്രീകളുടെ സ്വകാര്യ ഭാഗത്ത് ലാത്തി വെച്ച് കുത്തുന്നതും ആ സ്ത്രീകൾ വേദന കൊണ്ട് പുളയുന്നതും മോദിജി മനോഹരമായി ലോകത്തിന് കാണിച്ചു തന്നു. നെയിം ബോർഡില്ലാത്ത അഥവാ നെയിം പ്ലേറ്റുകളില്ലാത്ത പോലീസുകാരെയും നെയിം ബോർഡില്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് പട്ടാളക്കാരെയും ഇഷ്ടം പോലെ കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചു. RSSന്റെ ഗുണ്ടകൾക്ക് ഒരു പേടിയുമില്ലാത്ത പോലീസുകാരുടെ കൂടെ സിവിൽ ഡ്രസ്സിൽ തന്നെ ആണിയടിച്ച വടികളും ജനങ്ങളെ തല്ലിച്ചതയ്ക്കുന്നതും കണ്ടു. അത് ആണിയടിച്ച വടികളും ആണിയടിച്ച സ്റ്റിക്കുകളും ഉപയോഗിച്ചാണ് ജനങ്ങളെ തല്ലിച്ചതയ്ക്കുന്നതും ലോകം കണ്ടത്. ഓടിപ്പോകുന്ന ചെറുപ്പക്കാരെ ഇടങ്കോലിട്ട് വീഴിക്കുന്ന പോലീസുകാരെയും കിട്ടിയ അവസരം മുതലെടുത്ത് വിദ്യാർത്ഥിനികളുടെ സ്ഥലങ്ങളിൽ പിടിച്ച് ഞെരിക്കുന്ന പോലീസുകാരെയും കണ്ടു. ഇനി എന്തെല്ലാം പിതൃശൂന്യത താങ്കളുടെ കയ്യിലുണ്ട്? കാണട്ടെ, ജനങ്ങൾ കാണട്ടെ. എല്ലാവരും സമരക്കാർ ആക്രമിച്ചില്ലേ എന്നാണ് ചോദ്യമെങ്കിൽ, രാജ്യത്തെ ചെറുപ്പക്കാരെ ഈ വിധം ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കാതിരിക്കാൻ അവരെന്താ മോദിജിയുടെ കൂടക്കിടപ്പുകാരാണോ? ഇത്തരത്തിലുള്ള കിരാതമായ ആക്രമണം നേരിട്ടത് രാജ്യത്തെ മക്കൾക്കാണ്. തൂങ്ങിയാടിയത് രാജ്യത്തെ 15 മക്കളാണ്. നൂറുകണക്കിന് പേരുടെ ജീവൻ നഷ്ടമായി. മക്കൾക്ക് വേദനിച്ചാലോ, മക്കൾ കൺമുന്നിൽ തൂങ്ങിയാടിയാലോ മാതാപിതാക്കൾ പ്രതികരിക്കും. ലോകത്തിലെ ഏറ്റവും വീര്യം കൂടിയ പ്രതികാരമായിരിക്കും അത്. ലോകത്തെല്ലായിടത്തും മനുഷ്യന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അവരവരുടെ ജീവനും സ്വത്തിനും മുതലിനും പ്രതീക്ഷകളുമായ മക്കൾ നഷ്ടപ്പെട്ടാൽ പിന്നെ അവർ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മോദിജി? ഒരുങ്ങിയിരുന്ന വരും ദിവസങ്ങളിൽ രാജ്യത്തെ മാതാപിതാക്കൾക്ക് അടക്കമുള്ള ജനങ്ങളുടെ അതിശക്തമായ കോപാഗ്നി നിങ്ങൾക്ക് നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് പറയാനുള്ളത്. വിചാരിക്കുന്നതും അങ്ങനെ തന്നെയാണ്, നേരിടേണ്ടി വരും. എൻ്റെ മകൻ എൻ്റെ കൺമുമ്പിൽ ആണ് തൂങ്ങിയാടിയത്, ഞാൻ ഈ സമരത്തിന് വരേണ്ടേ എന്നാണ് മാതാപിതാക്കളുടെ ചോദ്യം. മക്കളെ ഉണ്ടാക്കി വളർത്തി നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറാക്കി എത്തിക്കുന്നിടം വരെ മാതാപിതാക്കൾ കോടിക്കണക്കിന് രൂപയും അവരുടെ അധ്വാനവും വിയർപ്പും മക്കൾക്ക് വേണ്ടി ചിലവാക്കും. പ്രതീക്ഷകൾ വാനോളമായിരിക്കും. അവസാനം ആ മക്കൾ കൺമുൻപിൽ തൂങ്ങിയാടുന്നത് കാണുമ്പോൾ ലോകത്തൊരു മാതാപിതാക്കളും സഹിക്കില്ല, ക്ഷമിക്കില്ല. അത് പറഞ്ഞാൽ താങ്കൾക്ക് മനസ്സിലാവില്ല. കാരണം പെണ്ണുമില്ല, പിടക്കോഴിയുമില്ല, സ്കൂളിലും പോയിട്ടില്ലാത്ത, വടി കറക്കി അമ്പലക്കാള പോലെ നടന്ന താങ്കളോടൊക്കെ ഇതിന്റെ വിഷമം എങ്ങനെയാണ് പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയുക?
മക്കളുള്ളവനായിരുന്നെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലായേനെ. ഇതിപ്പോ എന്ത് ചെയ്യാം? എല്ലാത്തിനും ഒരു അവസാനമുണ്ടാകും. ഇന്ത്യ മഹാരാജ്യത്തെ എക്കാലവും കാൽ കീഴിലാക്കി ഭരിക്കാമെന്നായിരുന്നു സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ അതെല്ലാം തെറ്റിയില്ലേ? 1947 ഇന്ത്യക്കാർ അവരെ ആട്ടി ഓടിച്ച് രാജ്യം ഇന്ത്യക്കാർ തിരിച്ചുപിടിച്ചു. ജനാധിപത്യം വന്നതിന് ശേഷം ഇന്ദിരാഗാന്ധിയും ഇന്ത്യയിലെ ഒരു ഏകാധിപത്യ രാജ്യമാക്കാമോ എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കി. പക്ഷെ നടന്നില്ല. ഇന്ത്യക്കാർ അവരെ എടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. അതുപോലെയാണ് പിന്നീട് വന്ന ഒരു ഭരണാധികാരികളും ഇന്ത്യയിൽ പട്ടാള ഭരണമോ ഏകാധിപത്യ ഭരണമോ നടപ്പിലാക്കാം എന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. മനസ്സിലാക്കണം നിങ്ങൾ. ചരിത്രകാരന്മാർ അതിനെ പിന്നീട് പറഞ്ഞത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരിക്കലും ഒരു പട്ടാള ഭരണമോ ഒരു ഏകാധിപത്യ ഭരണമോ ഉണ്ടാവാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യം 140 കോടി വ്യത്യസ്ത മനുഷ്യർ ഉൾപ്പെടുന്ന 140 കോടി രാജ്യങ്ങളാണ് എന്നാണ് പറഞ്ഞത്. അവരെ കേട്ടുകൊണ്ട് അവരെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ജനാധിപത്യപരമായ രീതിയിൽ മുന്നോട്ട് പോകുക എന്നതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇന്ത്യയിൽ സാധ്യമല്ല എന്നാണ് അവർ വ്യക്തമാക്കിയത്, ചരിത്രകാരന്മാർ. ഓർക്കണം, ഇത്രയധികം സങ്കീർണവും വ്യത്യസ്തവുമായ മറ്റൊരു രാജ്യം ഈ ഭൂമിയിലില്ല. ജനാധിപത്യ സർക്കാരുകൾക്ക് നേരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഇതിനു മുമ്പും രാജ്യത്തുണ്ടായിട്ടുണ്ട്. ജനാധിപത്യ സർക്കാരുകൾ അവരെ കേട്ടിട്ടുമുണ്ട്. കോൺഗ്രസിന്റെ കാലത്ത് 2G സ്പെക്ട്രം അഴിമതിയിൽ BJPയുടെ സപ്പോർട്ടോടുകൂടി നടത്തിയ ദില്ലി സമരത്തെ പോലും അന്നത്തെ കോൺഗ്രസ് സർക്കാർ പരിഗണിക്കുകയും കേൾക്കുകയും അവരുടെ ആവശ്യങ്ങൾ പഠിച്ച് നടപ്പിലാക്കാൻ അവരെ കൂടി ഉൾപ്പെടുന്ന ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്തു. അതൊക്കെയാണെന്ന് നടന്നത്. എന്നിട്ടും കോൺഗ്രസ് സർക്കാരിന് പടിയിറങ്ങേണ്ടി വന്നു. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. മഹാരാഷ്ട്രയിൽ മാത്രം അറിയപ്പെട്ടിരുന്ന അണ്ണാ ഹസാരെ എന്ന കപട ഗാന്ധിയനും BJPയും മറ്റു കുറെ നേതാക്കളും ചേർന്ന് കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കാൻ നടത്തിയ ഏറ്റവും നീചമായ കളികൾ ആയിരുന്നു അത് എന്ന് പിന്നീട് രാജ്യത്തിനും ജനങ്ങൾക്കും ബോധ്യമായി. 50 രൂപയ്ക്ക് ഇന്ത്യക്ക് പെട്രോൾ കിട്ടിയോ? ഡോളറിന്റെ മൂല്യം 50 രൂപയായോ? ഇല്ല. എല്ലാം ഇരട്ടടിയായി, എല്ലാം അതിനെ ഇരട്ടിയായി. അന്ന് BJPക്ക് ആ സമരം ജനകീയ സമരമായിരുന്നു. ഇന്ന് രാജ്യത്തെ വിദ്യാർത്ഥികളുടെ സമരം അനാവശ്യവും സമരവും ബാഹ്യശക്തികളുടെ ഇടപെടലുള്ള സമരവുമായി മാറി. ഒരു 10ാം ക്ലാസ് പരീക്ഷ പോലും നേരെ ചൊവ്വെ നടത്താൻ കഴിയാത്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നാണ് ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ പറയുന്നത്. അത് അത്ര വലിയ തെറ്റാണോ? കേന്ദ്രത്തിന്റെ പിടിപ്പുകേടുകൾ കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കുഞ്ഞുങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് ഈ രാജ്യത്തെ ജനങ്ങൾ പറയുന്നത്. ന്യായമായ അവകാശമല്ലേ, ആവശ്യമല്ലേ അത്? മനസ്സിലാക്കൂ. ആ കുഞ്ഞുങ്ങളുടെ പഠനത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി മാതാപിതാക്കൾ എടുത്ത ലോണും കടങ്ങളും ഇനി എങ്ങനെ അവർ അടയ്ക്കും? അവിടെ ചേർത്ത് പിടിക്കേണ്ടേ അവരെ? അവർക്ക് ആശ്വാസം നൽകേണ്ടേ? അതുപോലും ആവശ്യപ്പെടാനുള്ള അവകാശമില്ലാതെ ഇന്ത്യക്കാർ വാ മൂടിയിരിക്കണം എന്നാണ് നിങ്ങളുടെ സർക്കാരും പറയുന്നത്. നിങ്ങളുടെ കഴിവില്ലായ്മകൾ കണ്ടിട്ട് മിണ്ടാതെ വാ മൂടിയിരുന്നാൽ അവർ നല്ല കുട്ടികളായി എന്നാണോ നിങ്ങൾ പറയുന്നത്? തെറ്റി. രാജ്യത്തെ ജനങ്ങളുടെയും അവകാശങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പ്രശ്നങ്ങളെയും ആവശ്യങ്ങളെയും കാണാതെ പോയാൽ അധികം കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം മോദി സർക്കാർ. അനേകം ജനകീയ സമരങ്ങൾക്ക് ഈ രാജ്യം സാക്ഷ്യം വഹിക്കേണ്ട ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ട് പോലും ഇന്ത്യൻ ജനത അസാധാരണമായ സംയമനമാണ് പാലിച്ചു പോന്നിരുന്നത്. പ്രകോപിപ്പിക്കരുത്. ആരെ? ഇന്ത്യയിലെ ജനങ്ങളെ. മാപ്പെഴുതി കൊടുത്ത് തൊഴുതു നിന്ന് മാത്രം പാരമ്പര്യമുള്ള നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല.
ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ നിങ്ങളെക്കാൾ വമ്പന്മാർ വീണിട്ടുണ്ട്. മറക്കണ്ട. ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ചരിത്രം പലതും നിങ്ങൾ മാറ്റിമറിക്കാനുള്ള ശ്രമത്തിലാണല്ലോ. ചരിത്രം ഒന്നുകൂടി പഠിച്ചു നോക്കൂ. അപ്പോഴറിയാം ഇന്ത്യയുടെ ആ കരുത്ത്. ഈ വിഷയത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എന്നിട്ട് ബാക്കി കാര്യം പറയൂ. രാഹുൽ ഗാന്ധിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. This morning I went and met the Speaker of the Lok Sabha and I said to him that it was important that we be allowed to debate what happened to the students the day before. The Speaker said he needed to take permission from the government, but it was very clear to us in the hours after that there was no interest in the government of having a debate. तो हमने डिसीजन लिया कि हम प्राइम मिनिस्टर के घर के सामने जाके धरना करें और जो स्टूडेंट्स की इशू है, जो देश के लिए सबसे जरूरी इशू है और जो उनके खिलाफ किया गया है, वो हम नेशनल अटेंशन में लाएं और प्राइम मिनिस्टर का घर के सामने जाके करें. Why is the Indian education system collapsing? Why are papers leaking? Why is education so expensive in India? Why do families have to destroy themselves financially to educate their children? These are legitimate questions. And there's absolutely nothing wrong with asking these questions. Students की मांगे हैं. पहला धर्मेंद्र प्रधान और अमित शाह का रेजिग्नेशन. दूसरा कि स्टूडेंट्स को जिन्होंने मारा है, जिन्होंने ह्यूमिलिएट किया है, उन पर एक्शन लिया जाए और जो भी स्टूडेंट्स पर केसेस हैं उनको हटाया जाए. फाइनली पूरी ऑपोजिशन चाहती है कि ये जो इशू है, देश का सबसे बड़ा इशू है, इस पे कल लोकसभा में, राज्यसभा में डिबेट हो और हम अपनी बात रख सकें. मेरा मोदी जी से एक सजेशन है एज एलओपी, कल जो हुआ, जो आपकी सरकार ने, आपके होम मिनिस्टर ने किया, उसके लिए आप देश के स्टूडेंट से माफी मांगिए और जल्दी से जल्दी एग्जामिनेशन सिस्टम और एजुकेशन सिस्टम्स पर रिफॉर्म शुरू कीजिए. आप सब ने हमारा समर्थन किया. सारे लोग जो स्टूडेंट्स की इशू के लिए लड़ रहे हैं, एक साथ लड़ रहे हैं, मैं आप सबका दिल से धन्यवाद करता हूं.